ഹായ് കേരറ്റ് ജയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2025 ടിയർ റാലിയുടെ എക്സാം ജനുവരി 18 ആരംഭിക്കാൻ പോവുകയാണ്. പാസ്സായ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയുടെ രണ്ടാമത്തെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ ടിയർ റാലിയുടെ ഫുൾ സിലബസ് അപ്ഡേറ്റഡ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ആൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വീഡിയോസ് ആണെന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ ഫുൾ സിലബസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, GKയുടെ ഫുൾ സിലബസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫിസിക്സിൻ്റെയും ഫുൾ സിലബസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് GS എന്നൊരു സബ്ജക്റ്റിലെ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ്. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഫുൾ കണ്ടിരിക്കണം. നിങ്ങളും എക്സാം എഴുതാൻ പോകുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ കെമിസ്ട്രിയിൽ നിന്ന് ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 5 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 10 മാർക്സ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക് നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, 10 മാർക്ക് നേടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നതാണ് വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് എക്സാം പാറ്റേൺ. അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ ഏത് ട്രേഡിന് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും. ടിയർ റാലിയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. GD ഉണ്ട്, പിന്നെ ട്രേഡ്സ്മാൻ ഉണ്ട്, ക്ലർക്ക്. GDയിലും ട്രേഡ്സ്മാനിലും GS എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതാണ്. നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ GK നിങ്ങൾ കാണാം. ആൾറെഡി സബ്ജക്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. GSലെ ഫിസിക്സിലെ എല്ലാ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽഡ് കാര്യങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതേ സെയിം ചാനൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻ കാണാം. ഈ 15 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? ഈ 15 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്നും, 5 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ നിന്നും, 5 ക്വസ്റ്റ്യൻ ബയോളജിയിൽ നിന്നും. ഇതേ രീതിയിലാണ് വരുന്നത്. 15 ക്വസ്റ്റ്യൻ എന്തായാലും വരും. 100% ഉറപ്പാണ് 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ GSൽ നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും മാർക്ക് നേടാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ? അതേ രീതിയിൽ തന്നെ ട്രേഡ്സ്മാൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെയും 15 ക്വസ്റ്റ്യൻ GSൽ നിന്ന് വരും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത്. പിന്നെ ക്ലർക്കിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ നോക്കൂ കുട്ടികളെ, ഇവിടെ ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി പഠിക്കുമ്പോൾ ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആണ് ലഭിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇവിടെ നിങ്ങൾ പോർഷൻ പഠിക്കേണ്ടുന്നത്. അപ്പോൾ നമുക്ക് TAയിലെ GD ആൻഡ് ട്രേഡ്സ്മാൻ്റെ കാര്യം പറഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സിലബസ് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആണ് ആസിഡ് ബേസ് സാൾട്ട്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, പീരിയോഡിക് ടേബിൾ, കെമിക്കൽ റിയാക്ഷൻ, കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇത്രയുമാണ് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത്രയും ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ നിന്നേ ക്വസ്റ്റ്യൻ വരുത്തുള്ളൂ, കൺഫേം 100% ഉറപ്പ് തരികയാണ് ഞാൻ. അപ്പോൾ നിങ്ങളും ടിയർ റാലിക്ക് പഠിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ കെമിസ്ട്രി എന്നൊരു സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം ഇത്രയും ടോപ്പിക് അവിടെ കവർ ചെയ്യുന്നുണ്ടോ എന്ന്. മനസ്സിലായ കുട്ടികളെ? ആൾറെഡി എല്ലാ സബ്ജക്റ്റിനും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. മാത്സ് കംപ്ലീറ്റ് ആയി, GK കംപ്ലീറ്റ് ആയി, ഫിസിക്സ് കംപ്ലീറ്റ് ആയി, കെമിസ്ട്രി കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി വീഡിയോസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന തന്നെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് ഇവിടെ നിന്ന് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോസൊക്കെ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എക്സാം ഡേറ്റ് എല്ലാവർക്കും അറിയാം. ജനുവരി 18 നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. മെഡിക്കൽ ആദ്യം തന്നെ പാസ്സായ കുട്ടികൾക്ക് ആ സമയം തന്നെ അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടുണ്ട്. റീമെഡിക്കൽ കിട്ടിയ കുട്ടികൾക്കും ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ കിട്ടിയ ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ അക്കാഡമിയിൽ നിന്നും സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ്. ഇവർ ഇപ്പോൾ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവരുടെ യൂണിറ്റിൽ പോസ്റ്റിംഗ് പോയിരിക്കുകയാണ്. ഈ വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും കുട്ടികൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നും ഫിസിക്കലി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇവർക്കിപ്പോൾ നമ്മളിവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓഫ്ലൈൻ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ആകെ ആന ഡിഫൻസ് അക്കാഡമി മാത്രമാണ് ഓഫ്ലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് TAക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്. ടോട്ടൽ ഇപ്പോൾ 13 കുട്ടികളാണ് ഓഫ്ലൈൻ ക്ലാസ്സിലുള്ളത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഫുൾ സിലബസ് ഇവിടെ നിന്ന് കവർ ചെയ്യുന്നതായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ഫീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 4000 rupees ആണ് ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻ ഉണ്ട്, വീക്ക്ലി 7 days ക്ലാസ്സുകളുണ്ട്, ഡെയിലി പ്രാക്ടീസ് പേപ്പറുണ്ട്, റിവിഷൻ ക്ലാസ്സുകളുണ്ട്, മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. അല്ലാതെ SSGയുടെ ക്ലാസ്സുകളോ മറ്റേതെങ്കിലും ബാച്ചിൻ്റെ കൂടി ആഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. സെപ്പറേറ്റ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. TAക്ക് വേണ്ടിയിട്ടുള്ള ചാൻസ് മിസ് ചെയ്യരുത്. ടിയർ റാലി ഓടിക്കേറിയ കുട്ടികൾക്കറിയാം എത്ര കഷ്ടപ്പെട്ടാണ് ഓടിക്കേറിയതെന്ന്. ആദ്യം ഓടി വരുന്ന കുട്ടികൾ മാത്രമാണ് അവിടെ എടുക്കുന്നത്. അതായത് എക്സലൻറ്റ് ടൈമിൽ ഓടി വരുന്നവർ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തിട്ടാണ് ആ ഒരു കേഡറ്റ് ഫിസിക്കലി ക്വാളിഫൈ ചെയ്തത്. അപ്പോൾ അതിനെക്കാട്ടിയും 2 ഇരട്ടിയെങ്കിലും ഇനി എക്സാമിന് എന്താണ് ആ ഒരു കേഡറ്റിന് പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. നല്ലപോലെ പഠിക്കേണ്ടി വരും. ഈ തവണ എക്സാമിൽ വലിയ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതും 1 മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓരോ കറക്റ്റ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ലഭിക്കുന്ന 2 മാർക്കാണ്. തെറ്റിയാണെന്നുള്ള 1 മാർക്ക്
നഷ്ടപ്പെടും. അപ്പോൾ കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ലപോലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ കുട്ടികളെ? അല്ലാതെ വെറുതെ കറക്കി കുത്താൻ ഇത്തവണ പറ്റത്തില്ല. നെഗറ്റീവ് മാർക്കിംഗ് കൂടുതലാണ്. അതുകൊണ്ട് ഇതൊക്കെ ഓർത്ത് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നല്ല രീതിയിലുള്ള ക്ലാസ്സിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് എല്ലാ ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഫൈനലി 2 നമ്പർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ്. കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു നമ്പറിലേക്ക്. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 2 to 3 മിനിറ്റിന് ലോങ് ഓഡിയോ സെൻഡ് ചെയ്യരുത്. അത് നല്ലപോലെ എഴുതി നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ചില കുട്ടികൾ കാണിക്കുന്ന മിസ്റ്റേക്ക് ആണ്, ആ കുട്ടിക്ക് ഡൗട്ട് കാണും, പക്ഷേ ഓഡിയോ വിടുന്നത് 4 മിനിറ്റ് 5 മിനിറ്റിൻ്റെയാണ്. അപ്പോൾ അത്രയും ലെങ്തി ആയിട്ടുള്ള ഓഡിയോ കേൾക്കുമ്പോൾ എന്താണ് തിരിച്ച് റിപ്ലൈ തരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നല്ലപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.